എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല. അതായത് റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്രൂട്ടനിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടും, നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, റീവാലുവേഷൻ കൊടുത്താൽ ജയിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. റീവാലുവേഷന് 500 രൂപയാണ് ഫീസ്. അതുപോലെ സ്ക്രൂട്ടനിക്ക് 100 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 17-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സ്കൂളിൽ നൽകാൻ സാധിക്കുക. സ്കൂളിൽ നിന്നും നിങ്ങൾക്കൊരു ഫോം കിട്ടും. ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത്. ഒരു വിഷയത്തിന് 500 രൂപയാണ് റീവാലുവേഷൻ്റെ ഫീസ്. സ്ക്രൂട്ടനിക്ക് ഒരു വിഷയത്തിന് 100 രൂപയും അതുപോലെ ഫോട്ടോ കോപ്പി ആവശ്യമുള്ളവർക്ക് ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുന്നതിന് 300 രൂപയുമാണ് ഫീസ് വരിക. ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്സ് എന്നിങ്ങനെയുള്ള ഉത്തരക്കടലാസുകൾ റീവാലുവേഷനോ സ്ക്രൂട്ടനിക്കോ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് കഴിയുന്നതായിരിക്കില്ല. എന്നാൽ ഈ ഒരു ഉത്തരക്കടലാസുകളുടെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ലക്ഷദ്വീപ്, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് ഡിമാൻഡ് ഗ്രാഫ്റ്റ്, അതായത് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് ജോയിൻറ്റ് ഡയറക്ടർ എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി വിംഗ്, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, തിരുവനന്തപുരം മുഖാന്തരം അതത് സ്കൂൾ പ്രിൻസിപ്പാൾമാർ മേൽപ്പറഞ്ഞ തീയതിക്കകം സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് മേൽപ്പറഞ്ഞ അതായത് 17-ാം തീയതിക്കുള്ളിൽ തന്നെ ട്രഷറിയിൽ അടച്ചുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ അപേക്ഷ ഫീസും ഫോമും നൽകിയാൽ മതിയാകും. അതായത് നിങ്ങളിപ്പോൾ പ്രൈവറ്റായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും എക്സാമിനേഷൻ, അതായത് രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് എവിടെയാണോ അവിടെയാണ്, അതായത് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് എവിടെയാണോ അവിടെയാണ് ഈ ഒരു അപേക്ഷയൊക്കെ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളോട് ഈ ഒരു അപേക്ഷയുടെ ചലാൻ, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക്, അതുപോലെ തന്നെ എന്നിവയുടെ പകർപ്പ് വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ്. അത് നിങ്ങൾക്ക് അഥവാ റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ റീഫണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭിക്കുക. അപേക്ഷാ ഫോം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ടലിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 17-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. 19-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ ഈ ഒരു റീവാലുവേഷൻ, സ്ക്രൂട്ടനി, ഫോട്ടോ കോപ്പിക്കുള്ള അപേക്ഷകൾ iExam വെബ്സൈറ്റ് വഴി, അതായത് iExam മുഖേനയുള്ള ലിങ്കിലൂടെ പ്രിൻസിപ്പൽമാർ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, യാതൊരുവിധ കാരണവശാലും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ ഈ ഒരു അപേക്ഷകൾ നേരിട്ട് സ്വീകരിക്കില്ല. അതുപോലെ റീവാലുവേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് 500 രൂപ പെർ സബ്ജക്റ്റ് ആണ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപ പെർ സബ്ജക്റ്റ് ആണ്. ഫോട്ടോ കോപ്പിക്ക് 300 രൂപ പെർ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഈ ഒരു ചലാൻ നിങ്ങൾ അടക്കുന്നുണ്ടെങ്കിൽ ചലാൻ അടക്കേണ്ട ആ ഒരു ട്രഷറി അക്കൗണ്ടാണ് 0201-01-102-97-97 അതർ റെസിപ്റ്റ് എന്നുള്ളതാണ് ഹെഡ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവ മാത്രം ഈ ഒരു റീവാലുവേഷനോ സ്ക്രൂട്ടനിക്കോ അപേക്ഷിക്കാൻ പറ്റില്ല. ഫോട്ടോ കോപ്പി വേണമെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.